Hello beautiful people, hope everyone is doing well, and today we are going to customize this bag. And എൻ്റെ ഒരു പഴയ ബാഗാണ് കിപ്സ്റ്റ, ആൻഡ് ഇതിനകത്തൊരു ഊട്ട വീണു ഗൈസ്. ആ ഊട്ട ആക്ച്വലി ഞാനൊരു സ്പൈഡർമാനിനെ ഇൻസ്പയർ ചെയ്ത് അവിടെ ഒരു എട്ടുകാലിനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെയും ഫെയ്ഡായി പോയി. സോ ഐ തോട്ട് ഇതിനകത്ത് ഇനി ഒരു ബാറ്റ്മാൻ്റെ കസ്റ്റമൈസേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഭയങ്കര പഴയതായി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ബാറ്റ്മാൻ പരിപാടി, ഇവിടെ ബാറ്റ്മാൻ്റെ ഒരു ലോഗോ, ആൻഡ് ഈ ഫുള്ള് ഈ സൈഡ്സ് നമ്മളൊരു ബ്ലാക്ക് പരിപാടി കൊടുത്തിട്ട് അതിനകത്ത് ബാറ്റ്സ് പറക്കണ പോലത്തെ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. കണ്ടുവെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരച്ച് കഴിയുമ്പോൾ, കസ്റ്റമൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കില്ല, യുനോ, സ്വാഭാവികം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റായി. And this time we bought ബ്രസ്ട്രോയുടെ ഫ്ലൂയിഡ് റിട്ടാർഡർ മേടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അക്രലിക് പെയിൻറ് യൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് വേഗം കട്ട് പിടിക്കും, ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. സോ നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ചു. ആസ് ഓൾവേസ് ഫീനിക്സിൽ തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഔട്ട്ലൈൻ ഇട്ട് തുടങ്ങാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഔട്ട്ലൈൻ ഇടുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വൈറ്റ് അടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത് ഓൾറെഡി ഫെയ്ഡ് ആയതുകൊണ്ട് ബേസ് കോട്ട് പോലെ ഒരു വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. സോ വൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്, ബാഗിൻ്റെ ഫ്രണ്ട്. ഇപ്പം ഇങ്ങനെ ഇനി ഇതിനകത്തായിരിക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം, ദെൻ പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, പെയിൻറ്റ് വേഗം ഉണങ്ങാനായിട്ട് ഹീറ്റർ ഓർ ഡ്രയർ ഈ സാധനം യൂസ് ചെയ്യും. ഓക്കെ, now let's do outline using acrylic marker. നമ്മൾ ഔട്ട് ഇട്ട് കഴിഞ്ഞു. ഔട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഇട്ടേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ട്. ഒരു ഭയങ്കര വിയേർഡായിട്ട് തോന്നണ്ടേ എനിക്കും ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് യെല്ലോ ഷെയ്ഡ്സ് വരും. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ടെക്സ്ചർ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കാനാണ്. ഞാൻ അതുകൊണ്ടാണ് ഔട്ട് അധികം ഇടാണ്ടിരുന്നത്. ഡീറ്റെയിലിങ് കൂടുന്ന സമയത്ത് നമുക്കത് ടെക്സ്ചർ പിടിക്കാൻ പറ്റും. സോ അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പുതിയ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വരച്ച് കഴിഞ്ഞു. യെല്ലോ ഷെയ്ഡ് കൊടുത്തു. ഇനി നമുക്ക് മെയിൻ ക്യാരക്ടറിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണത്, നോക്കുക. സോ വലിയ ഒരു സുഖമുള്ള പരിപാടി പോലെ എനിക്ക് തോന്നുന്നില്ല, ബട്ട് എന്നാലും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ.
അങ്ങനെ നമ്മൾ വരച്ച് ഇതുവരെ എത്തി. സോ ഇനി ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്യണം, ഡീറ്റെയിലിങ്ങും സെറ്റ് ചെയ്യണം. ഈ ഒരു പോർഷൻ, ഈ ഒരു ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന ഈ പോർഷനും കറക്റ്റ് ചെയ്യണം. സോ ഇവിടെ ലോഗോ ഒക്കെ വരണം, ഇവിടെ ലോഗോ വരണം, അങ്ങനെ. അപ്പോൾ അപ്പോൾ അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇനി അപ്പോൾ നമുക്ക് ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം. നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഡണ്ണായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബാഗിൻ്റെ സിബിനകത്ത് ഒരു ബ്ലാക്ക് സിബ് ഫുള്ള് ബ്ലാക്ക് കൊടുത്തിട്ട് അതിനകത്തൊരു യെല്ലോ ഷെയ്ഡിൽ ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തു കഴിഞ്ഞാൽ നൈസായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ബ്രാൻഡ് നെയിമും കൂടെ അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് കാണാനൊരു ഭംഗിയുണ്ടാവും. സോ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമുക്ക് ഫൈനൽ പരിപാടിയായ വാർണിഷ്. അപ്പോൾ നമുക്കിനി വാർണിഷ് അടിക്കാം. സോ അപ്പോൾ അതിനൊരു ഗ്ലോസി ഫീൽ കിട്ടും. ഇത് എങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല, ബട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഫ് യു ഗൈസ് ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് നേരെ വാർണിഷ് അടിക്കാം. ബിഫോർ യൂസിങ് ദിസ് സേഫ്റ്റി മുഖ്യം. സോ ലെറ്റ്സ് safety first. Okay, then we can try this. അങ്ങനെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ വാർണിഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാസ്ക് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സഫോക്കേഷനാണ് വാർണിഷ് യൂസ് ചെയ്യുന്ന സമയത്ത്. കാരണം എനിക്ക് ഭയങ്കര ഒരു കുറച്ച് നേരത്തേക്ക് എനിക്കിങ്ങനെ നിൽക്കും, എഫക്റ്റ് ലൈക്ക് ഫീൽ ചെയ്യുക മൂക്കിലും അതേപോലെ കണ്ണിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുതിയ ഈ ഒരു സാധനം മേടിച്ചത്. ലൈക്ക് സ്പ്രേ പെയിൻറ്റ്, ബ്ലീച്ച് ആർട്ട്, പിന്നെ ഇതേപോലെ വാർണിഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ സാധനം വെക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഐ ഗസ്. അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ, ചെറിയൊരു പരിപാടിയായിരുന്നു. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ഇറ്റ് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഔട്ട് കണ്ടിട്ട് വരിക. ബൈ.